CPIM സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ അനിൽകുമാർ കൂടി നമുക്ക് പരിചരിക്കാം. ശ്രീ അനിൽകുമാർ, ഇതുവരെ എന്തുകൊണ്ട് അന്വേഷണം തന്ത്രിയിലേക്ക് എത്തുന്നില്ല എന്നുള്ള ചോദ്യം ചില കോണുകളിൽ നിന്നെങ്കിലും ചോദിച്ചിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട്, സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ ഒരു കസ്റ്റഡിയിൽ അതിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തിയിരിക്കുന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ തന്നെ അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണത്തിൽ ഹൈക്കോടതി അടക്കം തൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. സംസ്ഥാന സർക്കാർ അല്ല, ഹൈക്കോടതിയാണ് ഈ അന്വേഷണത്തിൻ്റെ മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്നത്. ഏതായാലും ഈ തന്ത്രി കൂടി ഈ അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക്, ചോദ്യം ചെയ്യലിലേക്ക് വരുമ്പോൾ അന്വേഷണം അതിൻ്റെ ശരിയായ ദിശയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുക. എങ്ങനെ വിലയിരുത്തുന്നു ഈ നിർണായകമായ ദിവസത്തെ, ഈ നിർണായകമായ കസ്റ്റഡിയെ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും സംസ്ഥാന സർക്കാരിനെയും വേട്ടയാടിയിട്ടുള്ള ഇവിടുത്തെ മാധ്യമങ്ങൾക്കും പ്രതിപക്ഷത്തിനും കണ്ണു തുറന്ന് കാണാവുന്ന യാഥാർത്ഥ്യങ്ങളാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത് തന്ത്രിയാണ്. തന്ത്രി അറിയാതെ ഒരു കാര്യവും ശബരിമലയിൽ നടക്കില്ല. മോഷണം നടന്നിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്വവും ശബരിമലയിൽ അവരെ കൊണ്ടുപോയവർ തന്നെയാണ്. അതിൽ UDFന്റെ ഭരണസമിതിക്ക് പങ്കുണ്ട്. അതുപോലെ തന്നെ പ്രയാർ ഗോപാലകൃഷ്ണൻ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് പങ്കുണ്ട്. തന്ത്രിക്കും അതിന്റെ ഭാഗമായി ചുമതലകൾ ഉണ്ടായിരുന്നു. ആ ചുമതലകളുടെ ഭാഗമായിട്ടാണ് ഇത് വന്നിട്ടുള്ളത് എന്ന യാഥാർത്ഥ്യമാണ് നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ശ്രീ അനിൽകുമാർ, ഒരുപക്ഷെ ഇന്ന് ഈ സാഹചര്യത്തിൽ തന്നെ ഇപ്പോൾ ED ഇതുമായി ബന്ധപ്പെട്ട് കേസ് കൂടി എടുത്തിട്ടുണ്ട്. ഈ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് EDയുടെ സംശയനിഴലിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസം P. രാധാകൃഷ്ണൻ എന്ന പഴയ ഡെപ്യൂട്ടി ഡയറക്ടറെ സർവീസിൽ നീക്കി അടക്കമുള്ള കാര്യങ്ങൾ. ഏതായാലും പക്ഷേ ഇവിടെ EDയുടെ അന്വേഷണത്തിന് ഉപരിയായിട്ട് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൻ്റെ അന്വേഷണം നടക്കുന്നു. EDക്ക് ഇവിടെ എന്ത് പങ്കുണ്ടെന്നുള്ള ചോദ്യങ്ങളൊക്കെ അവിടെ നിൽക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ തുടക്കം മുതലെടുത്ത്, താങ്കൾ പറഞ്ഞ പോലെ തുടക്കം മുതലെടുത്ത തീരുമാനം ശബരിമലയിലെ ഒരു തരി സ്വർണം പോലും ആരും കട്ടെടുക്കാൻ അനുവദിക്കില്ല. അങ്ങനെ ആരെങ്കിലും കട്ടെടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരികെ കൊണ്ടുവരും. അതിന് വേണ്ടുന്നുള്ള എല്ലാ പിന്തുണയും സർക്കാർ നൽകുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ തന്ത്രി കൂടി അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക്, ചോദ്യം മുന്നിലേക്ക് വരുമ്പോൾ സംസ്ഥാന സർക്കാർ എടുത്ത നിലപാട് തന്നെയാണ് ശരിയെന്ന് ഒരിക്കൽ കൂടി വ്യക്തമാവുകയാണ്. ED നമ്മുടെ രാജ്യത്ത് നിയമാനുസരണം അന്വേഷിച്ചിട്ടുള്ള ഒരു കേസ് പോലും ഇല്ല. ഖുർആന്റെ മറവിൽ സ്വർണം കടത്തിയെന്ന നീചമായ കെട്ടുകഥയുണ്ടാക്കിയ ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ പിരിച്ചുവിടപ്പെട്ടിരിക്കുന്നത്. ആ കഥ ഏറ്റുപാടിയ മുസ്ലിം ലീഗുകാർ ഉത്തരം പറയണം, KM ഷാജി ഉത്തരം പറയണം. ഇപ്പൊ തന്ത്രി ഈ പോറ്റിയെ 2004 അവിടെ കൊണ്ടുവന്ന് 2007 ശ്രീകോവിലിനകത്ത് കയറ്റി. അതിനുശേഷം പ്രയാർ ഗോപാലകൃഷ്ണന്റെ ബോർഡ് തന്ത്രിക്ക് എല്ലാ അധികാരങ്ങളോടുകൂടി സ്പോൺസർ പദവി നൽകി. അതിന്റെ തുടർച്ചയെന്നിലേക്ക് അവിടുന്നും അയാളെ ഇറക്കിവിട്ടില്ല എന്നൊരു കുറ്റമാണ് ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ആരോപിക്കാൻ കഴിയുന്നത്. കേസിന്റെ അന്വേഷണം എന്നെ പൂർത്തീകരിക്കട്ടെ. പക്ഷേ സോണിയാഗാന്ധിയുടെ ഇരുവശവും നിൽക്കുന്ന പ്രതികൾ നമ്മുടെ കൺമുമ്പിലുണ്ടല്ലോ, എല്ലാം തെളിയും. ദൈവതുല്യർ എന്ന് ഒരു പരാമർശം വന്നപ്പോൾ അത് പിണറായി വിജയന്റെ തലയിൽ വെച്ചുകെട്ടാൻ നടന്ന മാധ്യമങ്ങളുണ്ടല്ലോ, അവരെല്ലാം കണ്ണു തുറന്ന് കാണണം ഈ യാഥാർത്ഥ്യങ്ങൾ.